പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 30 തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനന്തമായ കൃപയാൽ നാം ഏവരും അനുഗ്രഹത്തോടും സന്തോഷത്തോടും ഈ വർഷത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് എത്തിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും അനുഗ്രഹമായി തീരട്ടെ, സന്തോഷമായി തീരട്ടെ, നന്മയായി ഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 52 വാക്യം. ജനസിസ് ചാപ്റ്റർ 41 വേഴ്സ് 52 നാം ഇപ്രകാരം വായിക്കുന്നു: സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. എഫ്രയീം എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ആരുടെ മകനാണ്, എവിടെ വെച്ച് ഏത് സാഹചര്യത്തിൽ ജനിക്കപ്പെട്ടതാണ് എന്ന് ക്രൈസ്തവ ലോകത്തിന് വളരെ പരിചിതമാണ്. തൻ്റേതല്ലാത്ത കാരണത്താൽ സഹോദരങ്ങളാൽ തള്ളപ്പെട്ടവനാണ് യോസഫ്. അങ്ങനെ യോസഫ് മിസ്രൈമിൽ എത്തിച്ചേരുന്നു. തൻ്റേതല്ലാത്ത കാരണത്താൽ ഇതാ തുറങ്കിൽ അടയ്ക്കപ്പെടുന്നു. എന്നാൽ യോസേഫിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നതിനാൽ സഹോദരങ്ങളോ സാഹചര്യങ്ങളോ എന്തു തന്നെ എതിരായിട്ട് വന്നിട്ടും തമ്പുരാൻ യോസഫിനെ കളഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, 2024 നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചില വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടേണ്ടി വന്ന വർഷമായിരിക്കാം. ആ കാര്യത്തിൽ നമുക്ക് വേദനയും സങ്കടവും നിരാശയും സാമ്പത്തിക ബാധ്യതകളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. അത് ദൈവത്തിന്റെ സമയത്തിലാണ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യുവാനുള്ളൂ. അങ്ങനെ ഇതാ യോസഫ് ഫറവോന് താഴെയുള്ള മിസ്രൈമിലെ രണ്ടാമനായി ദൈവം ഉയർത്തുന്നു. അങ്ങനെ ഫറവോൻ നൽകപ്പെടുന്ന ഒരു പെൺകുട്ടിയെ യോസഫ് വിവാഹം കഴിക്കുന്നു. ഓനിലെ പുരോഹിതനായ പോത്തിഫേറിന്റെ മകൾ ആസ്നത്ത്. 2 ആൺകുട്ടികൾ മിസ്രൈമിൽ നേരിടാൻ പോകുന്ന കഷ്ടതയ്ക്ക് മുൻപായിട്ടുള്ള നന്മയുടെ സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ ജനിച്ചു. ആദ്യത്തേത് നമുക്കറിയാം മനശ്ശെ, രണ്ടാമത്തേതാണ് എഫ്രയീം. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ നാം വായിച്ചത് കഷ്ടസ്ഥലത്ത്, കഷ്ടകാലത്ത്, സങ്കടദേശത്ത്, സങ്കട സമയത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ കുട്ടിയുടെ അപ്പനായ യോസഫ് തനിക്ക് ആസ്നത്തിൽ ഉണ്ടായ രണ്ടാമത്തെ മകന് എഫ്രയീം എന്ന് പേരിട്ടു. പ്രിയ ദൈവമക്കളെ, ചില സങ്കടങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, നിരാശകൾ, ജോലിയിലെ പ്രശ്നം, ആരോഗ്യ പ്രശ്നം, നിയമപ്രശ്നം, ബുദ്ധിമുട്ടുകൾ ഒക്കെ നമുക്കുണ്ട്. പക്ഷേ അതിൻ്റെ മധ്യേയും എന്നെയും നിങ്ങളെയും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നാം 364 ദിനത്തിലാണ് നിൽക്കുന്നത്. ഈ വർഷത്തിൽ ഒന്നോർത്തു നോക്കാട്ടെ. കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ സങ്കടങ്ങൾ, വേദനകൾ, നിരാശകൾ, പരാജയങ്ങൾ, നിന്ദകൾ, പഴികൾ, ദുഷികൾ നേരിട്ടു. പക്ഷേ
നാം അറിയാതെ അവിടെ എങ്ങും വീണു പോകാതെ തമ്പുരാൻ നമ്മെ നിർത്തിയില്ലേ, നമ്മെ നടത്തിയില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ തകർന്നു പോകും, ഇനിയും അവർക്കൊരു ഭാവിയില്ല. നിരാശയുടെ പടുകുഴിയിൽ നിന്നുകൊണ്ട് വേദനയോടെ കരഞ്ഞ് അമ്മയോടും അപ്പനോടും തങ്ങളുടെ അവസ്ഥകൾ വാവിട്ട് പറഞ്ഞില്ലേ? നമ്മൾ കരുതി കഴിഞ്ഞു, പക്ഷേ തമ്പുരാൻ ഇന്നും നിർത്തുന്നു. ഒരുപക്ഷെ ജോലിയിൽ ബുദ്ധിമുട്ടോ, ജോലി ഇല്ലാഴിയോ, വിസ പ്രശ്നമോ, നിലനിൽപ്പിന്റെ ബുദ്ധിമുട്ടോ ഒക്കെ നേരിട്ടു എന്നിരിക്കാം. പക്ഷേ തമ്പുരാൻ ഒരു വർഷം കൂടെ നിർത്തി. അതെ ദൈവജനമേ, സങ്കടദേശത്ത് കഷ്ടകാലത്ത് എന്നെയും നിങ്ങളെയും നിർത്തുന്ന, പരിപാലിക്കുന്ന, വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ചുരുക്കത്തിൽ യോസേഫിന്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇന്ന് വിവിധങ്ങളായ നിരാശയുടെയും വേദനയുടെയും മധ്യേ ഈ ദൈവജനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ തോന്നിയേക്കാം, പ്രിയ സഹോദര, എനിക്കെങ്ങനെ ഈ വാക്യം പരിപൂർണമായി ഉൾക്കൊള്ളുവാൻ കഴിയും? എങ്ങനെ ഞാൻ ദൈവവചനത്തിൽ സന്തോഷിക്കും? ഞാൻ കേൾക്കുന്നത്, കാണുന്നത്, അറിയുന്നത് എന്റെ കുടുംബത്തിന്റെ, വിദൂരത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വേദനയുടെയും സങ്കടത്തിന്റെയും വാർത്തകൾ മാത്രമാണ്. എന്നാൽ അങ്ങനെ നിരാശയോടോ അറിഞ്ഞോ അറിയാതെയോ ചില ചോദ്യചിഹ്നത്തോടെ എന്നെ കേൾക്കുന്ന പിതാക്കന്മാരോ അമ്മമാരോ ഏതെങ്കിലും സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ ദൈവമക്കളെ, നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. യോസഫിന്റെ അനുഭവം നേരെ മിസ്രൈമിലോട്ട് ചെന്ന് സുഖം അനുഭവിക്കുകയും കൊട്ടാരത്തിൽ വസിക്കുകയും ആയിരുന്നില്ല. ചില കറക്കങ്ങൾ, ചില പ്രതികൂലങ്ങൾ സഹായിക്കും എന്ന് കരുതിയ പ്രിയപ്പെട്ടവർ ചതിച്ചത് അല്ലേ? യോസഫ് സ്വപ്നവ്യാഖ്യാനം പറഞ്ഞു, അതുപോലെ സംഭവിച്ചു. കാരാഗ്രഹത്തിൽ നിന്ന് ഒരുവൻ പോയി തന്റെ പണിയിൽ മടങ്ങിക്കയറി, പക്ഷേ വന്ന വഴി മറന്നുപോയി. പിന്നെ അത് ഓർക്കുവാൻ ഫറവോൻ അടുത്ത സ്വപ്നം കാണേണ്ട ദൈർഘ്യം എടുക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കൂട്ടുകാരും സ്നേഹിതരും എന്തിനു പറയുന്നു, രക്തബന്ധങ്ങളായ സഹോദരങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവരവരുടെ കാര്യം കഴിയുമ്പോൾ കഴിഞ്ഞു, പിന്നെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ആത്മീയ ശുശ്രൂഷയിലും അത് തന്നെയാ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, അവർക്ക് വേണ്ടി നിലകൊണ്ടു, ഇടിവിൽ നിന്നു. ശരിയാണ്, അത് ദൈവമക്കളുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. പക്ഷേ കാര്യം നേടിക്കഴിയുമ്പോൾ ഒരു സ്തോത്രം പറയാൻ പോലും മനസ്സില്ല, സമയമില്ല. ഇതല്ലേ അവസ്ഥ? അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ കൂടെ നിൽക്കുന്നവർ വിട്ടേച്ചു പോകും, തള്ളിപ്പറയും. അവരവരുടെ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ അവർ അവരുടെ കാര്യവും നോക്കിപ്പോകും. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ട്, പദ്ധതിയുണ്ട്. അതിന്റെ സമയത്ത് ഉണർത്തേണ്ടവരെ തമ്പുരാൻ ഉയർത്തും, അവരെ ദൈവം തൊടും. രാജാവ് സ്വപ്നം കണ്ടു, ആ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നേരമാണ് പാനപാത്രവാഹകൻ തന്റെ ജീവിതത്തിലുണ്ടായ അനുഭവം ഓർക്കുകയും രാജാവിനോട് ഉണർത്തിക്കുകയും കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയും ദൈവത്തിന്റെ പദ്ധതി യോസേഫിൽ കൂടെ പൂർണ്ണമാകുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ വിടുതലിന്റെ ദിനം ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളത് വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് ഏറ്റെടുക്കണം. അത് ബ്രദർ സന്തോഷ് കോടികുളഞ്ഞി പറയുന്നത് കൊണ്ടല്ല, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ തോന്നിപ്പിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. നിരാശ മാറട്ടെ, സങ്കടം മാറട്ടെ, വിഷമം മാറട്ടെ, കരച്ചിന് മാറട്ടെ. ദൈവവചനം ആഴ്ന്നിറങ്ങട്ടെ.
നിങ്ങളെ സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങളെ വിട്ട് ഗൾഫ് കൺട്രീസിലാണോ, അമേരിക്കൻ ഐക്യനാടുകളിലോ, യൂറോപ്യൻ രാജ്യങ്ങളിലോ, മറ്റ് ഇതര ദേശത്തോ ആണോ, അവിടെ ചില ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? ജോലിയിൽ, പഠനത്തിൽ, ആരോഗ്യത്തിൽ, അവരുടെ പഠന സാമ്പത്തിക കാര്യത്തിൽ, നിലനിൽപ്പിന്റെ പ്രശ്നത്തിൽ, പഠനം കഴിഞ്ഞ് അവരുടെ തുടർന്നുള്ള സ്റ്റേയുടെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ വിഷമിക്കുന്നുണ്ടോ? എന്ത് ചെയ്യണം? മുഴങ്കാലും അടക്കണം. മാതാപിതാക്കളെ, നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിര്. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറ, നിയമങ്ങളും സാഹചര്യങ്ങളും യൂണിവേഴ്സിറ്റികളും വർക്ക് പെർമിറ്റുകളും ഒക്കെ അപ്പ് ആൻഡ് ഡൗൺ ആയും മാറിയും കയറിയും തിരിഞ്ഞും നിയമങ്ങൾ മാറിയും നമ്മളോട് ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സകല നിയമത്തെയും മാറ്റി എഴുതുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. മോനെ, മോളെ, നിന്നെ പുലർത്തുവാൻ, നിന്നെ നടത്തുവാൻ നീ സങ്കടപ്പെട്ട് മുഴങ്കാലുമടക്കി ഒരിറ്റ് കണ്ണീർ ഒഴുക്കിയ ആ ദേശത്ത് നിന്നെ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവം പൂർത്തീകരിക്കും. ആര് വിചാരിച്ചാലും നിന്നെ തൊടുവാൻ കഴിയുകയില്ല. ഇത് വിശ്വാസത്തോടെ ആരിന്ന് ഏറ്റെടുക്കും? അതൊരു വിദേശ രാജ്യത്ത് നിൽക്കുന്ന കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. രോഗത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ചില ശരീരഭാഗത്തെ വേദനകളും ചില മുഴകളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ ശരീരത്തിൽ അറിയുന്നു. പക്ഷെ ഭയമാണ് ആശുപത്രിയിൽ പോകുവാൻ. ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ, കുടുംബജീവിതത്തിൽ ചില താളപ്പിഴകൾ, സാമ്പത്തിക കാര്യത്തിൽ ബാധ്യതകൾ, ബാങ്ക് ജപ്തിയുടെ ചില വിഷയങ്ങൾ, ചില നിയമക്കുരുക്കുകൾ, മാത്രമല്ല ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങൾ. എത്ര ശ്രമിച്ചിട്ടും കുടുംബ പ്രാർത്ഥന നടക്കുന്നില്ല. എത്ര ആഗ്രഹിച്ചിട്ടും വേദപുസ്തകം വായിക്കുവാൻ സാധിക്കുന്നില്ല. ഏകാഗ്ര ഹൃദയത്തോടെ മിനിറ്റുകൾ, മണിക്കൂറുകൾ പ്രാർത്ഥിച്ച നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എവിടെയാണ് പ്രശ്നം? ആരാധനയിൽ സകലവും മറന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നില്ല. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരം, നാളെയെക്കുറിച്ചുള്ള വിചാരങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, പ്രായമേറുന്തോറുമുള്ള ബുദ്ധിമുട്ടുകൾ, മാത്രമല്ല ഈ വർഷം തീരുവാൻ ഇന്നും നാളെയും 2 ദിവസങ്ങൾ, 48 മണിക്കൂർ. ഈ ഡിസംബർ 31-നകം അടച്ചു തീർക്കേണ്ട ചില കാര്യങ്ങൾ, ചില ഫിനാൻഷ്യൽ ഇഷ്യൂസ്, നിയമ ബുദ്ധിമുട്ടുകൾ, രാജ്യം വിടേണ്ടതായിട്ടുള്ള വിസ സ്റ്റാറ്റസിന്റെ അവസ്ഥകൾ, അതെ, ഫീസ് ഇനത്തിലും മറ്റു പല കാര്യങ്ങളും കൊടുത്തു തീർക്കേണ്ട സാമ്പത്തിക ഇടപാടുകൾ. എവിടെയാണ് പ്രശ്നം? ഞാൻ എൻ്റെ അമ്മമാരോട്, അപ്പന്മാരോട്, ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, കഴിഞ്ഞ 34 വർഷത്തെ സുവിശേഷ വേലയുടെ അനുഭവ പാരമ്പര്യത്തിൽ വചനത്തിൽ അടിയുറച്ചു പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്, വാക്കുമാറാത്ത ദൈവമാ. കഷ്ടകാല സമയത്ത്, കഷ്ടദേശത്ത്, നിങ്ങൾ വേദനിക്കപ്പെട്ട, കണ്ണുനീരൊഴുക്കപ്പെട്ട ദേശത്ത് നിങ്ങളെ മാനിച്ചുയർത്തുന്ന യോസേഫിന്റെ ദൈവം 2024 ഡിസംബർ മാസം 30 തിങ്കളാഴ്ച നിങ്ങളെയും എന്നെയും ഈ വചനം കേൾക്കുന്ന സകലരെയും മാനിക്കുവാൻ, ഉയർത്തുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഈ ദൈവത്തിൽ ശരണപ്പെടാമോ? ആശ്രയിക്കാമോ? മനുഷ്യന്റെ വാക്കിന്റെ പിന്നാലെ പോകരുത്. അവർ
വഴിയിലിട്ടിട്ട് കളഞ്ഞിട്ട് പോകും. എന്നാൽ യോസഫ് പറയുകയാണ്, സങ്കടദേശത്ത്, കഷ്ടദേശത്ത് എന്നെ വർദ്ധിപ്പിച്ച ഒരു ദൈവമുണ്ട്. കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ ഞാൻ പുറത്തു വരുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സ്ഥാനത്ത് എന്നെ ഈ ദേശത്ത് വർദ്ധിപ്പിച്ച ഒരു ദൈവം, യെസ്, ആ ദൈവം നമ്മുടെ ദൈവമാണ്. 48-ാം സങ്കീർത്തനം അവസാന വാക്യം പറയുന്നു, ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവം, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഹല്ലേലൂയ. അതെ, ആ ദൈവത്തിന്റെ കരങ്ങളിൽ ജീവജലത്തിന്റെ ദീർഘവർഷങ്ങളായ പ്രേക്ഷകരെ, ദൈവമക്കളെ, ശ്രോതാക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളേവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സങ്കടദേശത്ത്, സങ്കട വിഷയത്തിന്റെ മധ്യേ, പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങളെ വചനപ്രകാരം സമൃദ്ധിയായി ഇരട്ടിപ്പിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ, മാനിക്കട്ടെ, ഉയർത്തട്ടെ. അങ്ങനെ ദൈവ നന്മയും അനുഗ്രഹവും തരുമ്പോൾ ആ തന്ന ദൈവത്തെ മറക്കാതെ, വന്ന വഴി മറക്കാതെ, സ്തോത്രത്തോടും സ്തുതിയോടും അനേകരെ യേശുവിലേക്ക് നയിക്കുവാൻ, നിത്യരാജ്യത്തിന്റെ ഉടമകളാക്കുവാൻ, നമ്മിൽ കൂടെ ഇടവാകുവാൻ സാക്ഷ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായി ആയിരിക്കുന്നിടങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാൽവറിയിൽ കൂടെ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ജീവിതത്തിന്റെ വൈഷമ്യമേറിയ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ, വേദനയും നിരാശയും സങ്കടമുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും പിറുപിറുത്തിട്ടുണ്ട്, അങ്ങയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് വന്നിട്ടുണ്ട്, ആത്മീയ ജീവിതത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം ഞങ്ങളോട് ക്ഷമിച്ച് ഇന്നും ഈ വർഷത്തിന്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേയും തമ്പുരാൻ ഞങ്ങളെ അത്ഭുതമായി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. സങ്കടദേശത്ത്, കഷ്ടകാലദേശത്ത്, വിഷമദേശത്ത് വർദ്ധിപ്പിക്കുന്ന യോസേഫിന്റെ ദൈവം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. സ്തോത്രം. ദൈവജനം കേൾക്കുന്ന എല്ലാ ദിനമക്കളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമാക്കണമേ. പ്രതികൂലങ്ങളെ അനുകൂലമാക്കണം. ദൈവകൃപയാൽ നിറയ്ക്കണം. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും നിറച്ച് ദൈവകൃപയിൽ പൊതിഞ്ഞ് സന്തോഷത്തോടെ നയിക്കണമെന്ന് യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. നമ്മൾ ഈ പറയുന്ന കഷ്ടവും സങ്കടവും തമ്പുരാൻ ഒരു വിഷയമല്ല. ആകയാൽ ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. അതെ, യോസഫിന്റെ സാക്ഷ്യമാണ് കഷ്ടദേശത്ത്, സങ്കടദേശത്ത് എന്നെ വർദ്ധിപ്പിച്ച ഒരു ദൈവം. നമുക്കും ഇന്ന് പകൽ വിശ്വാസത്തോടെ പറയാം, ഇന്ന് നാളെയുമായി നടക്കേണ്ട ചില വിഷയത്തിൽ ദൈവം നിശ്ചയമായി ഇടപെടും, പ്രവർത്തിക്കും. അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെ ഞാൻ ദൈവത്താൽ വർദ്ധിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ സ്വർഗീയ അനുഗ്രഹത്തിന്റെ ഉടമകളാകുവാൻ സർവശക്തനായ ദൈവം ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.